ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് സാറ്റർഡേ മോർണിംഗ്. രാവിലെ എണീറ്റ് ഈ ഡ്രസ്സൊക്കെ അങ്ങിട്ടത് പെട്ടെന്ന് പണി തീർത്തിട്ട് പാർലറിലേക്ക് പോകാനാണ്. 6 മാസത്തിലൊരിക്കൽ ഞാൻ മുടിക്ക് വേണ്ടി ചെയ്യുന്ന ആകെ ഒരു ഹെയർ കെയർ പരിപാടി ഇതാണ്. ഇന്നലത്തെ കുറച്ച് ഇഡലി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തങ്ങ് ആവി കയറ്റാൻ വെച്ചു. പിള്ളേർക്കുള്ള പാല് വെച്ചു. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ചില്ലി ചിക്കൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പെരുന്നാൾ പ്രമാണിച്ച് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു പരിപാടിയാണ് ഇത്. പിന്നെ ബർത്ത്ഡേക്ക് മുൻപേ അങ്ങ് നടക്കട്ടെ എന്ന് കരുതി. ചേച്ചിയെ വിളിച്ചപ്പോൾ രാവിലെ 10:30 ചെല്ലാനാണ് പറഞ്ഞത്. ഫ്രൈഡ് റൈസിനായിട്ട് 1.5 ഗ്ലാസ് കൈമ അരി നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പുമായിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. പൊന്തി പോവാതിരിക്കാനായിട്ട് ഒരു വുഡൻ സ്പാറ്റുലയും. അമ്മ ഇന്നലെ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഉണ്ടമുളകൊക്കെ ചേർത്ത് ഞാൻ വെള്ള ചമ്മന്തി അങ്ങോട്ട് കാച്ചി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് അരച്ച് വെച്ചിരുന്ന കൂട്ടും ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. ഫ്രൈഡ് റൈസിനായിട്ട് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്യാനായിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് ഇന്നലെ അരിഞ്ഞ് നുറുക്കി വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് അല്പം ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് ഒന്നിളക്കി വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാല് കാച്ചിയതൊന്ന് തണുക്കണം. അതിവിടെ ഒഴിച്ചു വെച്ചിട്ട് പോയാൽ പിന്നീട് ഇവരെടുത്ത് കുടിച്ചോളും. അമ്മ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് നിലൂനെ അമ്മ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകും. കുക്കൂന് നെക്സ്റ്റ് വീക്ക് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആലൻ ഇവിടെ ഉണ്ടാവും. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പഠിച്ചോളും. ചോറ് വാർത്തപ്പോഴേക്ക് അമ്മ ഇങ്ങെത്തി. ജിയോഗ്രാഫിക്കലി വലത്തോട്ടാണ് പോകേണ്ടത്, പക്ഷെ അവൻ ഇടത്തോട്ട് പോയാൽ മതിയെന്ന് എത്ര പറഞ്ഞിട്ടും അനക്കമില്ല. അവസാനം അമ്മ നടന്നു തുടങ്ങിയപ്പോൾ ആള് തിരിച്ചങ്ങ് ജോയിൻ ചെയ്തു. നേരെ കിച്ചണിൽ വന്ന് റൈസിലേക്ക് സോട്ട് ചെയ്ത വെജിറ്റബിൾസും കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ആഡ് ചെയ്തു. സ്മൂത്തനിങ്ങും പോസ്റ്റ് കെയറും ഒക്കെ കൂടെ ചേർന്ന് 6-7 മണിക്കൂർ എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഒരു പാൽബന്നും കുറച്ച് വെള്ളവും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. റോഡ് തിരിയുന്നിടത്ത് നെയിം ബോർഡ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ പാർലർ. മീന ചേച്ചിയുടെ വീടിന് മേലിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. മിനു ബ്യൂട്ടി പാർലർ എന്നാണ് പാർലറിന്റെ പേര്. പക്ഷെ ഞങ്ങൾ ഇവിടെ കുരിശുമൂട്ടിൽ മിന്നൂസിൽ പോകുന്നതാണ് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നതിന്. എനിക്ക് ചേച്ചി ചെയ്തു തരുന്നത് സ്മൂത്തനിങ് പ്ലസ് ഓയിൽ തെറാപ്പിയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ മുടിയിൽ സ്പാ ചെയ്യലോ എണ്ണയിടലോ പരിപാടികളോ ഒന്നും ഇല്ലല്ലോ. ഫൈനൽ ലുക്ക് ഇനി നമുക്ക് കളറിംഗ് സെഷൻ ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കാണിക്കാം.